കൊച്ചിയിൽ 300ഓളം ബോയ്സ് ഉണ്ടല്ലോ, പ്ലേ ബോയ്സ്, സെക്സ് വർക്കേഴ്സ്. ഇപ്പം മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവശ്യമാണ് എന്ത്? സെക്സ്. മനസ്സിലായില്ലേ? പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് സെക്സ് വാങ്ങാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. എന്തിന് സെക്സ് വേണ്ട? ഞാനും നിങ്ങളും പ്രണയമാണ്, നമുക്കൊന്ന് ഒന്നിച്ചിരിക്കുക. എവിടെയാണ് അവിടെ സ്ഥലമുള്ളത്? ഇപ്പം നമ്മൾ കോഴിക്കോട് കണ്ടതാണ്, ചൂലായിട്ട് കടപ്പുറത്ത് സ്ത്രീകൾ ഇറങ്ങണത്. എൻ്റെ വീട്ടിൽ നിന്നാണ് ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പെർഫോം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ പപ്പ പറയും, ആൺകുട്ടിയാണ്, ക്ലാസിക്കൽ ചെയ്യരുത്, ബ്രേക്ക് ഡാൻസ് കളിച്ചാൽ മതി എന്നുള്ളൊരു ഇത്. പിന്നെ പള്ളിയിൽ പാട്ട് പാടിയിരുന്നു കെയറിൽ കുറച്ച് നാൾ. അപ്പോൾ പാട്ട് പാടുമ്പോൾ ഫീമെയിൽ വോയിസ് ആണ്, ഇനി പാടരുത് എന്നൊക്കെ ഉള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അവർ ചെറുപ്പത്തിലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ സെക്സ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സെക്സ് എല്ലാവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും. ഇപ്പം നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഒരു ലൈസൻസ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിത്യവും സെക്സ് ചെയ്യാം. ഇതിനി നമ്മൾ ചെയ്യുന്നത് നിത്യവും മറ്റൊരാളുടെ കൂടെ, അത് പണം വാങ്ങി ചെയ്യുന്നു എന്നുള്ളത് ഒരു തൊഴിലായിട്ടാണ് പലരും കൊണ്ടുപോകുന്നത്, അല്ലേ? നമസ്കാരം. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ശീതൾ ശ്യാമാണ്. നമസ്കാരം മേഡം. നമസ്കാരം. ശീതൾ, നമുക്ക് ശീതളിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ജനുവരി 19 ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഡിസംബർ മാസം കൈ നോക്കിയപ്പോൾ കൈനോട്ടക്കാരി ചേച്ചി പറഞ്ഞു 2024 അടിപൊളിയാണ്. ജനുവരി മാസം മുതൽ ഫുൾ യാത്രയിലായിരിക്കുമെന്നും അത് ബഹിരാകാശ യാത്രയാണെന്ന് കരുതിയില്ല. ചേച്ചി പറഞ്ഞത് അച്ചട്ടായി. എന്താണ് അത്? ഞാനൊരു സർക്കാസ് എഴുതിയിട്ടതാണ് സത്യത്തിൽ. ഇത് ഈ ജനുവരി മാസം മുതലുള്ള ഒരു സോഷ്യൽ മീഡിയ, ഞാനിപ്പോഴും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ഒരാളാണ്, അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ അഭിപ്രായം കൊണ്ട് പലപ്പോഴും ഏറി കയറാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടിയും ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ബാക്കിയാണ് ഞാൻ അങ്ങനെ എഴുതാൻ കാരണം. അപ്പോൾ ഇപ്പോഴും ഞാൻ എയറിൽ തന്നെയാണ്. എന്തായിരുന്നു എയറിലാകുന്ന കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് എന്നെ ആരും ഇനി ശോഭന എന്ന് വിളിക്കരുത്, സർക്കാസമായിരുന്നു, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ വിളിക്കാറുണ്ടോ ആളുകൾ? ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ശോഭനേനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവരെ പോലെ ബിഹേവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു തീരുമാനം ചെറുപ്പത്തിലുണ്ടായിരുന്നു. പിന്നെ നമ്മളിത്തിരി ബുദ്ധിയൊക്കെ ആലോചിച്ചപ്പോഴാണ് ഞാനെവിടെ അവരെവിടെ എന്നൊക്കെ ഉള്ളൊരു ആലോചനയൊക്കെ വന്നത്. പക്ഷേ ആ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ഒക്കെ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചിലർ പറയും ഇങ്ങനെ ചില സമയത്തൊക്കെ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം. അപ്പം അത് എനിക്കൊട്ടും അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ അവർ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരും ഞാനും ഒട്ടും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ കാരണം അത് എൻ്റെ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെയാണ്. ശോഭന മറ്റൊരു രാഷ്ട്രീയ വേദിയിൽ പോകുന്നത് തെറ്റാണോ അങ്ങനെ ചെയ്തുള്ളത്? അതിനെ ഒരു വിലയിരുത്താൻ, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഒരാൾ. അല്ല, ശോഭനയുടെ എല്ലാ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ശോഭനയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് ഇൻസ്റ്റാഗ്രാമും മറ്റെന്തും വരുന്നതിന് മുമ്പ് തന്നെ അവരെ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൊച്ചു ചെറുപ്പത്തിലെ സിനിമാ വാരികകൾ, ചിത്രഭൂമിയോ നാനയോ ദീപികയോ അങ്ങനെയുള്ള ഒരുപാട്, അതിലൊക്കെ ഇവരുടെ പിക്ചേഴ്സ് വന്ന് വീട്ടിൽ ഒട്ടിക്കും, ഇവരുടെ ഇൻ്റർവ്യൂസ് വന്നാൽ ഞാൻ വായിക്കും. പിന്നീട് സോഷ്യൽ മീഡിയ വന്ന സമയങ്ങളിലൊക്കെ അവരെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കുറേ നാൾ മുമ്പ് ഒരു ചാനലിൽ ജോണി ലിക്കോസിൻ്റെ ഇൻ്റർവ്യൂവിൽ ശോഭന പറയുന്നുണ്ട്, ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിച്ചിട്ടേ അതിൽ വരത്തുള്ളൂ എന്ന്. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല എന്നുള്ളത്. പിന്നെ അവർ പറയുന്നുണ്ട്, ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ A to Z പഠിച്ചിട്ട് ഞാൻ ഇറങ്ങുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് വാച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പോയതുകൊണ്ടല്ല, അവരവിടെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാവുന്നത്. കാരണം അവർ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ന് വളരെ മികച്ചൊരു ഭരണാധികാരിക്ക് കീഴിലാണ് ഉള്ളത് എന്നുള്ളതാണ് അവർ പറഞ്ഞ വലിയൊരു കള്ളം. ആ ഭരണാധികാരികളിൽ ഇവിടെ സ്ത്രീകളെല്ലാം സുരക്ഷിതരാണ് എന്നുള്ളതാണ് മറ്റൊരു കള്ളം. പിന്നെ
വുമൻസ് റിസർവേഷൻ ബില്ല് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ആ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനമാണെന്ന്. അപ്പോൾ ഈ കള്ളങ്ങളുടെ ഒരു ഇത് പിന്തുടർന്നപ്പോഴാണ് എനിക്കതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നത്, സംസാരിക്കേണ്ടി വന്നത്. അത് ഒരു സാധാരണ വ്യക്തി എന്ന നിലയിലുള്ളൊരു പ്രതികരണമാണ്. അപ്പം നമുക്കറിയാം സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത്. അതുപോലെ ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതാവസ്ഥയിൽ നമ്മൾ എവിടെയാണ് ഇൻഡെക്സിൽ നിൽക്കുന്നത് നമുക്കറിയാം. പിന്നെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്ത്രീകൾ കാലാകാലം മുറവിളി കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ളൊരു എംപവർമെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത്തരം മികച്ച കള്ളങ്ങൾ അവിടെ വേദിയിൽ എഴുതി കൊടുത്ത് വായിക്കുമ്പോൾ ഒരു കലാകാരി അവിടെ നിൽക്കട്ടെ, ഒരു സ്ത്രീ അവിടെ നിൽക്കട്ടെ, ഒരു ആർട്ടിസ്റ്റ് അവിടെ നിൽക്കട്ടെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്, ആ ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ബോധം വേണം താൻ അവിടെ നിന്ന് അത് സംസാരിക്കണേന്ന്. അത് അവിടെ നിൽക്കുന്ന എല്ലാ സ്ത്രീകളും അതിനെ ഉൾക്കൊള്ളണമെന്നില്ലല്ലോ, അതിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരും അതിനെ ഉൾക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വിയോജിപ്പ് മാത്രമാണ് ഞാൻ അവിടെ രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത്ര ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ വലിയ ഒരു വിയോജനമായി പോകുമെന്നുള്ളത്? ഇല്ല, യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആഴ്ച 2 വീക്സ് മുമ്പ് എനിക്ക് പെർഫോമൻസ് ടോക്ക് ഉണ്ടായിരുന്നു സൂര്യ ഫെസ്റ്റിവലിൽ. അതിൻ്റെ തലേ ദിവസം ശോഭന നൃത്തം ചെയ്യാൻ വന്നിരുന്നു സൂര്യ ഫെസ്റ്റിവലിൽ. അപ്പോൾ അന്ന് സൂര്യകൃഷ്ണമൂർത്തി സാർ എന്നെ പരിചയപ്പെടുത്തി. ശോഭന എൻ്റെ പേര് അവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ എന്നെയും അവരെ റെക്കഗ്നൈസ് ചെയ്തു. അപ്പം അവരത് പറയും ചെയ്തു. ഞാനിതിന് മുമ്പ് ശോഭനയ്ക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെയിലും എന്നോട് പറഞ്ഞു, നീ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ എന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് പോയത്. അപ്പം ഞാൻ ആ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പിന്നീട് ഈ വിയോജിപ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശോഭന കണ്ടിരുന്നു, അങ്ങനെ വല്ലതും അറിഞ്ഞു? എനിക്ക് തോന്നുന്നില്ല. അവരിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവർ ഈ പരിസരത്തേ ഇല്ല. നമ്മളിത് ചുമ്മാ ചർച്ച ചെയ്യുന്നൊന്നുമില്ലേ ഉള്ളൂ. നമ്മളിത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ ഭാഗത്ത് നിന്ന്. അത് അവർ കാണുമോ എന്നുള്ളതൊന്നും നമ്മളെ രാഷ്ട്രീയമായി പറഞ്ഞ ഈ ഒരു കാര്യം പിന്നീട് അത് ബോഡി ഷെയ്മിങ്ങിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അടിയിൽ വരുന്ന കമൻസ് എല്ലാം നോക്കിയതായിരുന്നു. എനിക്ക് തോന്നുന്നു ശീതളിനെ അത്രയധികം ആക്രമിച്ചിട്ടുണ്ടെന്ന്. സുഹൃത്തുക്കൾ പോലും ഒത്തിരി പേരത് ബോഡി ഷെയ്മിങ് മാത്രമല്ല, എൻ്റെ ഫാമിലിയെ കുറിച്ച് അവർ പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ സമൂഹത്തെ മൊത്തം അവർ പറയുന്നുണ്ട്, ക്യൂർ കമ്മ്യൂണിറ്റി പറയുന്നുണ്ട്. പലതരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട് നമുക്ക്. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് നമ്മൾ മലയാളികൾ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത, ലേൺ ചെയ്യാത്ത ആളുകളാണ്. അവ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളുമാണ്. പിന്നെ പ്രധാനമായിട്ടും അവർ നിന്ന വേദി മറ്റൊരു വേദിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്ന് സംഘപരിവാർ വേദിയിലാണ് ശോഭന നിന്നിട്ടുള്ളത്. അവിടെ വെച്ചാണ് സംഘപരിവാർ വേദികളിൽ പോകുന്നത് തെറ്റാണോ? എങ്ങനെ തെറ്റാവും? അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയല്ലേ? ഞാനത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ഞാൻ അവർ ഉയർത്തിയിട്ടുള്ള കള്ളത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ പറഞ്ഞ വിഷയങ്ങളോടൊക്കെ ചേർത്ത് വായിക്കേണ്ടത്, ഇന്ത്യ ഇന്ന് പോകുന്ന സമകാലീന സാഹചര്യം എന്താണ് നമ്മൾ ആലോചിക്കണം. മനസ്സിലായോ? ഇന്ത്യയിലെ മനുഷ്യർ തമ്മിലുള്ള വിഭജനത്തിൻ്റെ വലിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഒരു പേര് പോലും ഐഡൻറ്റിറ്റി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യല്ല വേണ്ടത്, അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അതിനെ മാറ്റാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശബ്ദമെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളത് ഒരു താല്പര്യക്കാരിയാണ് ഞാൻ. കാരണം ഇങ്ങനെയൊരു അവസ്ഥ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല, ഇത്തരം ഒരു അവസ്ഥ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത് സംഘപരിവാർ എന്നാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് അതിന് ശേഷമാണ്. ഇന്ത്യയുടെ മഹാത്മാവിനെ നിരാകരിക്കുക, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക, വളരെ സഹോദരപരമായി നിന്നിരുന്ന മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുക, സ്വദേശീയതയും പരദേശീയതയും സ്വദേശീയവാദമൊക്കെ കൊണ്ട് നടക്കുന്ന
ഒരു ഐഡിയോളജിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് ഇവിടുത്തെ എഴുത്തുകാർ, സാഹിത്യകാർ, സിനിമാക്കാർ, കലാകാരർ, നിരവധി ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരുടെ അടക്കം വായ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഹത്രാസിലോ പുൽവാമയിലോ കശ്മീരിലോ നിരവധി ഇടങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളിലൊന്നും എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ പറയുന്ന ഭരണാധികാരി വാ തുറക്കാത്തത്? അത് സത്യത്തിൽ ഭയം കൊണ്ടാണോ, അല്ലെങ്കിൽ ചെയ്തു തെറ്റ് സംസാരിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? അത്തരം ആശയങ്ങൾ പേറുന്ന ഒരു സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ബന്ധങ്ങളെ അതിനെ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഐഡിയോളജിയും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, ഇന്ത്യ ഒരു ഭരണഘടന അനുസൃതമായ രാഷ്ട്രമാണ്. വളരെ ഡെമോക്രറ്റിക്കും വളരെ ജനാധിപത്യപരമായിട്ടുള്ളൊരു സ്ഥലം. ഇന്ത്യയുടെ ഭരണഘടന വളരെ ബൃഹത്തായിട്ടുള്ളൊരു ഭരണഘടന. ആ ഭരണഘടനയെ പോലും മാറ്റിമറിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇന്ന് ഇന്ത്യ എത്തിയിട്ടുള്ളത്. അത് ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. ശരിയല്ലാതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റു കാര്യങ്ങൾ, ഒരു പക്ഷേ സ്വന്തം സ്വത്തും പുറത്തേക്ക് വരികയാണ്, അത് സൊസൈറ്റി എങ്ങനെയായിരുന്നു ഉൾക്കൊണ്ടത്? ഒന്ന്, ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ആ ഒരു എൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ തൃപ്തികരമായിരുന്നില്ല. അതെൻ്റെ കുടുംബമായാലും, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനായാലും, എൻ്റെ പബ്ലിക് പ്ലേസ് ആയാലും, ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, സ്റ്റിഗ്മ, വയലൻസ്, ട്രോമ, അപ്പം ഇതൊക്കെ വളരെ അതിഭീകരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഒരു ഹ്യൂമണായിട്ട്, ഒരു സാധാരണ മനുഷ്യനായിട്ട് പരിഗണിക്കാതിരുന്നിട്ടുള്ളൊരു കാലഘട്ടം ആണ് ഉണ്ടായിട്ടുള്ളത്. അതൊന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം, കാരണം ഞാനൊരു കുടുംബത്തിൽ ജനിക്കുന്നു. ആ കുടുംബത്തിലെ എൻ്റെ കൂടെ എൻ്റെ സഹോദരനായിട്ട് ജനിക്കുന്ന ആൾ വളരെ മാസ്കുലിനാവുന്നു. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫെമിനൈൻ ആവുന്നു. ആ ഫെമിനിറ്റി അതങ്ങനെ മനസ്സിലാവാനൊരു പ്രായമൊന്നുമില്ല. അത് ഏതൊരു വ്യക്തിക്ക് അങ്ങനെയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇപ്പം നിങ്ങളൊരു ബോയ് ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ പഠിപ്പിക്കുകയാണ് ബോയ് ഇങ്ങനെ ബിഹേവ് ചെയ്യണം. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, കേട്ട് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾ ടീച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് പഠിപ്പിച്ചു തരാനായിട്ടുള്ള ഒരു സിസ്റ്റം എൻ്റെ ഇതിലില്ല. കാരണം എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത എൻ്റെ മാതാപിതാക്കളാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരെങ്ങനെ എന്നെ ടീച്ച് ചെയ്യാൻ പറ്റും? എന്നെപ്പോലെയുള്ള ആളുകൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്നെക്കുറിച്ച് എനിക്ക് കേൾക്കാനും പറ്റുന്നില്ല, എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഞാൻ നിന്നിരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഒട്ടും മനസ്സിലാക്കാത്ത ആളുകളായിരുന്നു അത് ചുറ്റും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള, അതായത് എന്നെ ഒരു കുഞ്ഞിനെ പോലും ഒന്നും പരിഗണിച്ചിട്ടില്ല എൻ്റെ മാതാപിതാക്കളിൽപ്പെട്ട. മാതാവ് പിന്നെയും കുറച്ചെങ്കിലും എന്നോട് സ്നേഹമുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ സഹോദരന് എൻ്റെ പിതാവൊന്നും അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇതുണ്ടായിട്ടില്ല. എൻ്റെ സ്കൂൾ സിസ്റ്റം അതും എന്നോട് ഈ രീതിയിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുള്ള പരിഗണനയില്ല. മുഴുവൻ സമയവും കളിയാക്കലുകളും നിഷേധങ്ങളും പരിഹാസങ്ങളും നേരിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഭയപ്പാടോട് കൂടിയിട്ട് അവിടെ നിന്നിട്ടുള്ളത് ആ വർഷങ്ങൾ മുഴുവൻ. ഞാൻ ആദ്യമായിട്ട് 5th പോകുമ്പോൾ കുട ചൂടിയിട്ടാണ് ഞാൻ പോയത്. ഞാൻ കുട ചൂടി പോകാൻ കാരണം മഴയുണ്ടായിട്ടല്ല, വെയിലുണ്ടായിട്ടല്ല. ഞാൻ ചെല്ലുമ്പോൾ സമരം നടക്കുകയാണ് അന്ന് സ്കൂളിൽ. അന്ന് സ്കൂളുകളൊക്കെ സമരം നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണ്. ഞാൻ നോക്കുമ്പോൾ വലിയ പുരുഷന്മാരിങ്ങനെ നിൽക്കുന്നത്, അവരൊക്കെ 10th ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ അവരൊക്കെ നല്ല ഹൈറ്റും വെയിറ്റുള്ള വലിയ ആൾ.
അപ്പോൾ ഇവരുടെ ആക്രോശങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയം കയറുന്നു. അങ്ങനെ എന്നെ മനസ്സിലാവാതിരിക്കാനായിട്ട് ഞാൻ ക്ലാസ് റൂമിൽ കയറുന്നു. ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ കയറി എൻ്റെ ക്ലാസ് ടീച്ചർ എൻ്റെ പേര് വിളിക്കുന്നു, ഡെഡ് നെയിം വിളിക്കുന്നു. ഡെഡ് നെയിം എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അനുവാദം ഇല്ലാതെ എനിക്കിട്ട പേരാണ്. അതിനാണ് നമ്മുടെ സമൂഹം ഡെഡ് നെയിം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പേര് വിളിച്ചപ്പോൾ ഞാൻ പ്രസൻറ്റ് ടീച്ചർ എന്ന് പറഞ്ഞു. അതെൻ്റെ ഈ ശബ്ദത്തിലായിപ്പോയി. അപ്പോൾ ഉടനെ എൻ്റെ ടീച്ചറും സ്റ്റുഡൻസൊക്കെ എന്നെ തിരിഞ്ഞു നോക്കി, ഏതോ അത്ഭുത ജീവിയെ കണ്ട പോലെയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി എനിക്ക് ആ ക്ലാസ് റൂമിൽ ഫിയർ തുടങ്ങി, എനിക്ക് ആ ഭയം തുടങ്ങി. അത് എൻ്റെ തുടർച്ചയായിട്ടുള്ള, ഞാൻ ആ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്നത് വരെ അതുണ്ടായിട്ടുണ്ട്. പിന്നീട് അതിനിടയ്ക്ക് എനിക്ക് നേരിട്ടിട്ടുള്ള സെക്ഷൽ അബ്യൂസസ്, അതൊക്കെ 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ്. എൻ്റെ ക്ലാസ്സിലെ ആളുകൾ തന്നെ ചെയ്യുന്നു, അതിന് ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ നോർമലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിനിത്ര വലിയ ബഹളമൊന്നും വെക്കണ്ട എന്നുള്ളൊരു സംഭവം ഉണ്ടാവുന്നു. ഇന്നൊക്കെയാണല്ലോ പോസ്കോ കേസൊക്കെ ഉള്ളത്. ഇപ്പോഴും പോസ്കോ കേസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കുട്ടി ഇതുപോലെയൊക്കെ സെക്ഷലി ഹറാസ് ചെയ്താൽ അതിനെ ഒളിച്ചു വെക്കുന്ന ഒരുപാട് ഇടങ്ങൾ ഇപ്പോഴും എനിക്ക് കാണാൻ പറ്റും. കാരണം അല്ല, ഒന്ന് ഞാൻ പറയാം, ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു കൗൺസിലറും കൂടിയാണ്. അപ്പോൾ എനിക്കിങ്ങനെയുള്ള പല ആളുകളും കോൾ ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളൊരു സ്കൂളിൽ കൗൺസിലറാണ്. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, ഒരു ഫെമിനിയനായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ ആ നാട്ടിൽ ഒരാൾ ഹറാസ് ചെയ്തു. അയാൾ അവിടുത്തെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പം ഈ കുട്ടി ഈ കൗൺസിലറോടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഈ കൗൺസിലർ ഫാമിലിയോട് ഇത് പറയണമല്ലോ, ഫാമിലിയോട് ഇത് പറയാൻ പോയപ്പോൾ അമ്മോട് പറഞ്ഞപ്പോൾ ഉപ്പയെ അറിയിക്കേണ്ട, ഉപ്പ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും എന്നുള്ള പ്രശ്നമായി. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരുന്നു മലപ്പുറം ജില്ലയിൽ. അങ്ങനെ നിവർത്തിയോടുകൊണ്ട് ഒരു ഉപ്പോട് പറഞ്ഞു. ഉപ്പോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളിത് പറയരുതെന്ന് പറഞ്ഞു. ആരുടെ? ഈ കൗൺസിലറുടെ അടുത്ത്. കൗൺസിലർ ആസ് എ പേഴ്സൺ അവരുടെ ഡ്യൂട്ടിയാണ് ഇങ്ങനെ ഒരു വയലൻസ് ഉണ്ടായാലും അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇവര് കരഞ്ഞ് കാലൊടിച്ചു, ബ്ലാക്ക് മെയിൽ ചെയ്തു. ആ കൗൺസിലറെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മരിക്കും എന്ന് പറഞ്ഞു, കുടുംബത്തോട് ആത്മഹത്യ എന്ന് പറഞ്ഞു. കാരണം ഇത് ചെയ്ത വ്യക്തി, ഈ ഹറാസ് ചെയ്ത വ്യക്തി ഒരു മതത്തിൻ്റെ ഒരു ഇതും കൂടിയുള്ള ഒരാളാണ്, ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാളും കൂടിയാണ്. അയാൾ അവിടുത്തെ എന്താ പറയുക മദ്രസ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും കൂടിയാണ്. അങ്ങനെ ഈ വിഷയത്തെ അവർക്ക് മറക്കാനേ പറ്റുന്നുള്ളൂ, പുറത്തു പറയാൻ പറ്റാതെ. ഒരു കൗൺസിലർ കുറേ ആശങ്കയിലായി എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം, ഇതിൽ ആ കുട്ടി അനുഭവിക്കുന്ന ട്രോമ ഉണ്ടല്ലോ. കാരണം താനിത് പറഞ്ഞു മറ്റൊരാളുകളോട്, അവർ പോലും തന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ദെൻ ആഫ്റ്റർ വീണ്ടും അത് സംഭവിക്കാമല്ലോ, അങ്ങനത്തെ സംഭവം. അപ്പം നമുക്ക് ചൈൽഡ്ഹുഡിൽ നേരിടുന്ന ഒരു ട്രോമ എന്ന് പറയുന്നത് അതിഭീകരമാണ്. അവിടെ നമ്മുടെ എല്ലാ കഴിവുകളും നഷ്ടപ്പെടും. ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയത്തില്ല, നമുക്ക് കലാവാസനകളുടെ സ്കില്ലുണ്ടെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിലും അതിനൊക്കെ മുടിക്കാൻ നമ്മൾ. എനിക്ക് തോന്നുന്നു ചെയ്തുള്ള അത്യാവശ്യം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആ ഒരു 10 വർഷം മുമ്പുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഡാൻസും പാട്ടൊക്കെ നടത്തുമ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ നിന്നാണ് ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പെർഫോം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അമ്മ പറയും, ആൺകുട്ടിയാണ് ക്ലാസിക്കൽ ചെയ്യരുത്, ബ്രേക്ക് ഡാൻസ് കളിച്ചാൽ മതി എന്നുള്ളൊരു ഇത്. പിന്നെ പള്ളിയിൽ പാട്ട് പാടിയിരുന്നു ക്വയറിൽ കുറച്ച് നാൾ. അപ്പോൾ പാട്ട് പാടുമ്പോൾ ഫീമെയിൽ വോയിസ് ആണ്, ഇനി പാടരുത് എന്നൊക്കെ ഉള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ അഭിനയിക്കും ഒറ്റയ്ക്കൊക്കെ, അപ്പോൾ കളിയൊക്കെ തന്നെ എല്ലാവരും. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്ക് ചെറുപ്പത്തിൽ സാധിച്ചിട്ടില്ല. നൃത്തം പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടെ ഡാൻസ് ടീച്ചറുടെ അടുത്ത് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പപ്പ പറഞ്ഞു, ഇനി പോകരുത്, ഇതൊക്കെ ആളുകൾ കളിയാക്കുക, അല്ലെങ്കിലേ നീ ഇങ്ങനത്തെ ഒരു ബിഹേവിയറാണ്, എനിക്ക് പുറത്തിറങ്ങി നടക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ എല്ലാ കഴിവിനെയും മോശപ്പെടുത്തിയിട്ടാണ് കാണിച്ചത്. പിന്നീട് ഞാൻ എപ്പോഴാണ് സെൽഫായിട്ട് എന്നെ റിയലൈസ് ചെയ്തത്, അപ്പോഴാണ് ഇതൊക്കെ പുറത്തെടുക്കാൻ ശ്രമിച്ചത്. ഏത് സമയത്താണ് ഇനി മാറണം, ഇങ്ങനെയൊന്നും നിന്നിട്ട് കാര്യമില്ല എന്നൊരു തോന്നലുണ്ടായത്?
അതിനൊരു സമയമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സമയമൊന്നുമില്ല. ഒന്ന് നമ്മളിത് നിരന്തരം ഈ ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. വലിയ സ്ട്രഗിൾ ആണല്ലോ. ഒന്ന് കുടുംബത്തെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഒരു സൊസൈറ്റിയെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും. ഇപ്പോൾ ഞാൻ തന്നെ ഒരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങി ഒരു 3 പേര് നമ്മളെ തുറച്ചു നോക്കിയാൽ നമ്മൾക്ക് ഒരു ആശങ്കയാണ്. നേരത്തെ ശീതൾ പറഞ്ഞ പോലെ എനിക്കെന്തോ ഒരു കുറവുണ്ടോ, എന്താണ് എൻ്റെ ഡ്രസ്സിങ്ങിന് വല്ല പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളെ പോലെയുള്ള ആളുകൾ ഒരു പരിധിയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള നോട്ടങ്ങളും വർത്തമാനങ്ങളും എല്ലാം കേട്ടിട്ടുണ്ടാവും. പലതും കേൾക്കാതെ പോയിട്ടുണ്ടാവും. ഒന്ന് നമ്മൾ ലൈഫിൽ നമ്മളാരാണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മറ്റാളുകളെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ നോർമൽ ഈ ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ഹെട്രോ നോർമറ്റീവ് ആയിട്ടുള്ള, അത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധങ്ങളും ജീവിത സാഹചര്യങ്ങളും സാമൂഹ്യ ഇടങ്ങളൊക്കെയാണുള്ളത്. അവിടെ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ ഒരു കാറ്റഗറൈസേഷൻ ചെയ്യുമല്ലോ. ഇപ്പം ഡിസേബിലിറ്റി ഉള്ള ആളുകൾ, അവരെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ്, അയ്യോ പാവം കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടാ. പക്ഷെ അവരൊരിക്കലും അത് ആഗ്രഹിക്കില്ല. കാരണം ദേ ആർ നോർമൽ, അവർ നോർമലാണ്. പക്ഷെ നമ്മളാണ് അത് ഓവറായിട്ട് അയ്യോ അവർ പാവങ്ങൾ അല്ലേ. ഇപ്പോൾ ഒരു ഓട്ടിസം ബാധിച്ചിട്ടുള്ള പേഴ്സൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ഇനി ദളിതായിട്ടുള്ള അല്ലെങ്കിൽ ട്രൈബൽ ആയിട്ടുള്ള, അപ്പോൾ ആദിവാസികളാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അയ്യോ അവരിപ്പോഴും കാട്ടിൽ കിടക്കുന്നു, അവർ കഷ്ടമില്ല, അങ്ങനെയൊക്കെ ഉള്ള ഈ അയ്യോ പാവം ചെയ്യുന്നത് ആരാണ്? വളരെ നിലനിൽപ്പുള്ള അച്ചടക്കമുള്ള വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഹെട്രോ നോർമറ്റീവ് സൊസൈറ്റി എന്നിട്ട് മറ്റാളുകളെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരൊന്ന് തിരിച്ച് ചിന്തിക്കണം, ഇവരെവിടെയായിരുന്നു എന്നുള്ളത്. ഒന്ന്, ഒരു ആദിവാസിനെ നോക്കി നിങ്ങളത് ചെയ്യുമ്പോൾ ആദ്യം ആരാണ് ഇവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഈ ഒരു ഭൂമിയെ തന്നെ വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ആളുകളാണ് ആദിമ മനുഷ്യർ. അവരെ നോക്കിയിട്ട് നമ്മളിപ്പോൾ പറയുന്നത് അയ്യോ പാവം എന്നുള്ളത്. അപ്പോൾ അതൊരു കോൺഫ്ലിക്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഹെട്രോസെക്ഷൽ സിസ്റ്റത്തിൽ നിന്ന്, ആ ഹെട്രോസെക്ഷൽ നോർമറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ നിന്നുള്ള വേറെ ആരെങ്കിലും തിരിയുകയാണെങ്കിൽ അവരൊക്കെ ചൂണ്ടാൻ വിരലുകളുണ്ടാവും. അപ്പം ഞാൻ നിന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ ഹൂ ഐ ആം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. ഞാൻ ആര് എന്നുള്ളത്, നിങ്ങളാര്, ഞാൻ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ എപ്പോഴും എന്നെ തിരഞ്ഞിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തിരയാനായിട്ടുള്ള സാഹചര്യമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള ഐഡിയ എനിക്കില്ല. അപ്പോഴാണ് മറ്റുള്ള ആളുകളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുമ്പോഴാണ് എനിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് പ്രശ്നമായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് വരെ ചിന്തിച്ചിരുന്നത്. പിന്നെ സ്വതന്ത്രമായിട്ട് ഞാൻ ആരാണെന്ന് എപ്പോഴാണ് റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ സ്കൂള് കഴിയുന്നു, ഞാനൊരു തൊഴിലിനായിട്ട് ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരത്തിൽ പോകുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഒത്തിരി മനുഷ്യരെ കാണുന്നത്. ഒത്തിരി മനുഷ്യരെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി, വൈവിധ്യമുള്ള മനുഷ്യരെ കാണുന്നത്. അവർ ചിരിക്കുന്നു, അവർ നൃത്തം ചെയ്യുന്നു, ഒരു പാട്ട് പാടുന്നു, അവർ ബിഹേവ് ചെയ്യുന്നു, സമൂഹവുമായിട്ട് വളരെ ഇടപഴകി ജീവിക്കുന്ന ആളുകളായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഞാൻ ജീവിച്ച സ്ഥലവും മറ്റൊരു സ്ഥലവും, അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് മനസ്സറിഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നതും എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതും എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ ശരീരത്തെ ബിഹേവ് ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് റിയലൈസേഷൻ തന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. സംഗമ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ, അവിടെയുള്ള മനുഷ്യർ, കമ്മ്യൂണിറ്റീസ്. ദെൻ അവിടെ നിന്നാണ് ഞാൻ മനസ്സിലായത് എനിക്കൊരു കുറവുമില്ല. മനസ്സിലായോ? ഞാനൊരു നോർമൽ ഹ്യൂമണാണ്. അത് റെസ്പെക്റ്റ് ചെയ്യാത്ത, എന്നെ മനസ്സിലാക്കാത്ത ആളുകൾക്കാണ് കുറവുള്ളത്. എനിക്കൊരു കുറവില്ല, അവർക്കാണ് കുറവുള്ളത്. അതോടൊപ്പം തന്നെ ശീതള, മറ്റൊരു പോസ്റ്റ് 2020 നല്ല പാതിക്ക് ആശംസകൾ നേർന്നുകൊണ്ട്. നല്ല പാതിക്ക് ആശംസകൾ. വിച്ച് പോസ്റ്റ്? ഐ തിങ്ക് ശീതളിൻ്റെ ഒരു സൗഹൃദബന്ധം ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. ആണോ? ഇതായിരുന്നു. അത് ഞങ്ങൾ 2007 മുതലാണ് റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. അപ്പം അന്നൊന്നും
ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചോ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയേ അല്ല. ബട്ട് അദ്ദേഹം എൻ്റെ കൂടെ കൂടുന്നു. അപ്പോൾ എനിക്ക് 2-3 പ്രണയങ്ങളൊക്കെ ഇങ്ങനെ ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഭയങ്കര മടിയും ആശങ്കയും ഉണ്ടായിരുന്നു. ഞാൻ തുറന്നു ബോധ്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചിലപ്പം ഏതെങ്കിലും സമയത്ത് പിരിയാം, അപ്പം പ്രശ്നം ഉണ്ടാവരുത്, വിഷമിക്കരുത്, സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് മാറി താമസിക്കുന്നു. എൻ്റെ അമ്മയുടെ മരണശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. പിന്നീട് ഒരു 2019 വരെയൊക്കെ സുഖമായിട്ട് ഞങ്ങൾ ജീവിച്ചു. 2019 ശേഷം ബ്രേക്കപ്പായി. അത് ഒരു സിമ്പിൾ ബ്രേക്കപ്പ്, അത്രയേ ഉള്ളൂ. വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് പിരിയണം തോന്നി, പിരിഞ്ഞു. അതിൽ ഞങ്ങളുടെ പേഴ്സണൽ സ്വകാര്യമായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് അതിന് ഒതുക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ആളുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു, ഞാൻ എൻ്റെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ലൈഫാണ്. ലൈഫിൽ നമ്മുടെ കൂടെ പലരും വരും പോകും. അങ്ങനെ മാത്രമേ തീർച്ചയായിട്ടും. ശീതള, ഇത്രയും അധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രയും അധികം സൊസൈറ്റിയെ നേരിട്ട് വന്ന ഒരാൾ ഒരിക്കലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഹനാനെതിരെ, ജിയാജലെ മൂജലെ എന്നെല്ലാം. അങ്ങനെ അതൊരു ശരിയായ നടപടിയായി തോന്നുന്നുണ്ടായിരുന്നു. അന്ന് ഓൺലൈൻ മീഡിയാസൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന സമയമായിരുന്നു. ഇപ്പം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടൊരു വാർത്തയാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായെന്നുള്ളത്. അതായത് ആ കുട്ടി മീൻ കച്ചവടം നിർത്തുകയല്ല, അതിനൊരു സോഷ്യൽ മീഡിയ ഇൻറ്റൻഷന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നുള്ളൊരു വാർത്ത. ആ വാർത്ത ഞാൻ കണ്ടത്. അപ്പം ഞാൻ അതിനെതിരെ സംസാരിച്ചു എന്നുള്ളത് എൻ്റെ ഒരു ലെവലിൽ സംസാരിച്ചു. പിന്നീട് ആണ് യഥാർത്ഥ വാർത്ത വരുന്നത്. അപ്പം ഞാൻ പോസ്റ്റ് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുകയും പിന്നെ എനിക്ക് ഒരുപാട് അറ്റാക്കൊക്കെ വന്നു, സൈബർ അറ്റാക്കും. ആളുകളൊക്കെ എന്നോട് സംസാരിച്ചു അങ്ങനെ ചെയ്യരുത്, മോശമായിരുന്നു. പിന്നീട് അത് തെറ്റായിപ്പോയെന്നുള്ള ഒരു അഭിപ്രായക്കാരി കൂടിയാണ് ഞാൻ. കാരണം നമ്മളൊരു വാർത്തയെ പെട്ടെന്ന്, അതെനിക്ക് 2-3 കാര്യങ്ങൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇവൺ സരിത വിഷയത്തിൽ കോണ്ടത്തിൻ്റെ ഒരു ഇഷ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട്, ഷക്കീലയുടെ ഇതൊരു ഇഷ്യൂവിൽ വന്നിട്ടുണ്ട്, 2-3 ഇഷ്യൂവിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാനതാ പറയുന്നത്, നമ്മളെല്ലാവരും അങ്ങനെ കറക്റ്റ് അല്ലല്ലോ. നമ്മളങ്ങനെ നമ്മളുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. നമുക്ക് എന്തായാലും നമുക്കൊരു ഹൂ ഈസ് ദ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആരാണ് അല്ലേ? അങ്ങനെ 100% പെർഫെക്റ്റ് ആയിട്ട്, അത് പെർഫെക്ഷൻ എന്താണ്? ഒരു ഹ്യൂമൻ്റെ പെർഫെക്ഷൻ എന്താണ്? നല്ലതായിട്ട് ഇരിക്കുക എന്നുള്ളത് ഇല്ല. ശരിക്കും നമ്മൾ മോശമായിട്ടും നല്ലതായിട്ടും ഒക്കെ പെരുമാറും അല്ലേ? അല്ലെങ്കിൽ നന്മ തിന്മ ഇതിനെയൊക്കെ കൺവേ ചെയ്തിട്ട് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഹനാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ജോൺ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞത്, മറ്റാരോട് ഞാൻ ക്ഷമിക്കില്ല, ശീതളേച്ചോട് ഞാൻ ക്ഷമിക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് വളരെ സന്തോഷമായി. ഹനാൻ തന്നെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഞാൻ ഹനാനെ വിളിച്ച് പറഞ്ഞു, ഞാൻ സോറി, എനിക്കത് അറിയാതെ പറ്റിയതാണ് ഞാൻ പറഞ്ഞു. ഹനാൻ എന്നെ മനസ്സിലായി. ഹനാൻ ജോൺ ബ്രിട്ടാസിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ചേച്ചിയോട് ഞാൻ സോറി, ചേച്ചിയോട് ഞാൻ ക്ഷമിക്കും, ബാക്കി ആരോടും ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ തന്നെ 2 ക്ലാസ്സുകളുണ്ട്, ഒരു ലൈറ്റ് ക്ലാസ്സും ഒരു താഴെയുള്ള ഒരു ക്ലാസ്സും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പണ്ട് ഉണ്ടായിരുന്ന, ഇപ്പം നമ്മൾ വളരെ വിഭജിച്ചൊക്കെ കിടന്ന ആളുകളാണല്ലോ അങ്ങിങ്ങായിട്ട്. ഒന്ന് കേരളത്തിൽ ഇങ്ങനെ ഒരു വിസിബിലിറ്റി പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പം അറിയാലോ, നമ്മൾ ഇത്തരം ആളുകളുടെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ട് എത്ര നാളുകളായി അല്ലേ? പക്ഷെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ദേ ആർ ലീവിങ്, അവരവിടെ ലിവ് ചെയ്യുന്നുണ്ട്, അവരവിടെ എന്താ പറയുക, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർ വിസിബിളാണ്, അവരുടെ ദൃശ്യരാണ് എന്നുള്ളതാണ്. അത് മറ്റൊരു തരത്തിൽ ഈവൻ സാംസ്കാരികപരമായിട്ടുള്ള കൾച്ചറലി ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉള്ള ഒരു വിസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. ബട്ട് കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഭരണകൂടം, സൊസൈറ്റി, ഇപ്പം എല്ലാം കൂടിയിട്ടുള്ള ഒരു എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ മാറ്റം പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത്. ആഫ്റ്റർ 2016 ഒക്കെയാണ് ട്രാൻസ് എന്നുള്ളൊരു പദങ്ങൾ പോലും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ഈവൻ മാധ്യമങ്ങളോ ഇവിടുത്തെ
വിദ്യാഭ്യാസ രംഗമോ കലാരംഗമോ സാംസ്കാരിക രംഗമോ ഒക്കെ ഉപയോഗിച്ചത് അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം പറയുകയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം, അത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളതല്ല. അവർ ഫൈറ്റും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറകിൽ. ഇപ്പോൾ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്, കുറേ പേര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുറേ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, കുറേ പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. നമ്മൾ ശബ്ദമുയർത്തി അടികൊണ്ട് ബുദ്ധിമുട്ടി കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ നേടിയിട്ടാണ് ഇങ്ങനൊരു ഇൻക്ലൂസീവ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ഭരണകൂടത്തിന് പെട്ടെന്ന് തോന്നിയിട്ടുള്ളതല്ല ട്രാൻസ്ജെൻഡേഴ്സിന് ഇത് കൊടുക്കാവുന്ന, അങ്ങനെയല്ല. നമ്മൾ അത് ഫൈറ്റ് ചെയ്ത് മേടിച്ചതാ. പക്ഷേ അപ്പോഴും ശീതള ഒരു വലിയ വിഭാഗം ഇപ്പോഴും സെക്സ് വർക്കേഴ്സായി തുടരേണ്ടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. ഒന്ന് ട്രാൻസ് വ്യക്തികൾ എപ്പോഴും എടുക്കുമ്പോൾ പറയാണ് അവർ സെക്സ് വർക്കേഴ്സ് ആണെന്നുള്ളത്. ഒന്ന് അവർ ചെറുപ്പത്തിലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ സെക്സ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സെക്സ് എല്ലാവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും. ഇപ്പം നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഒരു ലൈസൻസ് കിട്ടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിത്യവും സെക്സ് ചെയ്യാം. ഇതിനി നമ്മളും ചെയ്യുന്നുണ്ട് നിത്യവും മറ്റൊരാളുടെ കൂടെ. അത് പണം വാങ്ങി ചെയ്യുന്നു എന്നുള്ളത് ഒരു തൊഴിലായിട്ടാണ് പലരും കൊണ്ടുപോകുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനുള്ളിൽ ജനിച്ചു പോയി, ആ ജനനം കൊണ്ട് നിങ്ങൾ അംഗീകരിക്കാത്തൊരു കുടുംബം ഉണ്ടാവുന്നു, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു, നിങ്ങളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നു, നിങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലം നിഷേധിക്കുന്നു, നിങ്ങളുടെ തൊഴിൽ നിഷേധിക്കുന്നു, നിങ്ങളുടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു, നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ വരെ നിഷേധിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വ്യക്തി സർവൈവ് ചെയ്യണമെങ്കിൽ, അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പം സ്വന്തം ശരീരമാണ് ടൂളാക്കുന്നത്. സ്വന്തം ശരീരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജോലി ചെയ്യുന്നു, അല്ലേ? ഈ ജോലി എന്നുള്ളത് പലർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു ട്രാൻസ് വ്യക്തിയോട് സംസാരിച്ചാലല്ലേ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും ഇതെനിക്ക് ഇൻകം കിട്ടാനാ, അല്ലേ? ഇൻകം കിട്ടാൻ തന്നെയാ. പിന്നെ ഇത് വാങ്ങാൻ ചെല്ലുന്നത് ആരാ? ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. അതായത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന ഭൂരിപക്ഷം ആളുകൾ തന്നെ. അല്ലാണ്ട് ഒരു സ്ത്രീയും ട്രാൻസ്ജെൻഡറും നിന്നാലും സെക്സ് വർക്ക് ആവത്തില്ലല്ലോ. രാത്രിയാകുമ്പോൾ എല്ലാവരുടെ സ്വഭാവം പുറത്തു വരും. ഒന്ന്, നമ്മുടെ ഇന്ത്യയിൽ 29 ലക്ഷം ലൈംഗിക തൊഴിലാളികളുണ്ട്. ഇപ്പം മാറി മാറി ബംഗാൾ ഭരിച്ച സർക്കാരുണ്ടല്ലോ, അവിടെ തന്നെയാണ് സോനാഗാച്ചി ഉള്ളത്. റെഡ് സ്ട്രീറ്റ് ഉള്ളത് എവിടെയാ? മാറി മാറി ഭരിച്ച സർക്കാരുള്ള സ്ഥലമാണ്. ഇപ്പോൾ റെഡ് സ്ട്രീറ്റ് എന്താ ചെയ്യുന്നത്? റീഹാബിലേഷൻ അല്ല ചെയ്യുന്നത്, റിനോവേഷനാണ് ചെയ്യുന്നത്. പുതുക്കിയ പണിയാണ് ചെയ്യുന്നത് റെഡ് സ്ട്രീറ്റ്. എന്തുകൊണ്ട്? മഹാരാഷ്ട്ര ഗവൺമെൻറ് ഈസിയാണല്ലോ അത് തുടച്ചു നീക്കാൻ. ഒരു ചേരി അവർക്ക് തുടച്ചു നീക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ ചേരി പോലും ഇപ്പം സ്വകാര്യവൽക്കരിക്കുകയാണ്. അപ്പം അവർക്ക് ഇത് ചെയ്തുകൂടെ? കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ട്രീറ്റുകൾ വേണം എന്നുള്ളൊരു വാദമുണ്ടോ? ഞാൻ വാദിക്കുകയല്ല, അതൊരു ആവശ്യമാണല്ലോ. ഇപ്പം മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആവശ്യമാണ് എന്ത്? സെക്സ്. മനസ്സിലായില്ലേ? പ്രായപൂർത്തിയായൊരു വ്യക്തിക്ക് സെക്സ് വാങ്ങാൻ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. എന്തിന് സെക്സ് വേണ്ട? ഞാനും നിങ്ങളും പ്രണയമാണ്, നമുക്കൊന്ന് ഒന്നിച്ചിരിക്കുക. എവിടെയാണ് അവിടെ സ്ഥലമുള്ളത്? ഇപ്പം നമ്മൾ കോഴിക്കോട് കണ്ടതാണ്, ചൂലായിട്ട് കടപ്പുറത്ത് സ്ത്രീകൾ ഇറങ്ങണത്. ഇവർക്കിത് കാണുമ്പോൾ വിളറി പിടിക്കുകയാണ്. അതായത് ഒരു ആൺകുട്ടി പെൺകുട്ടി സംസാരിച്ചിരിക്കുന്നത് പോലും ഇവർക്ക് വിളറിയാണ്. ആ സമൂഹത്തിൽ എങ്ങനെയാണ് പ്രണയം സംസാരിക്കാൻ പറ്റുക? പ്രണയം സംസാരിക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ നമ്മൾ ഓയോറും ഒക്കെ ബുക്ക് ചെയ്താൽ അതും പ്രശ്നമാണ്, കാശലൊക്കെയാണ്, അല്ലേ? ഇപ്പം വളരെ മോശപ്പെട്ട സദാചാരപരമായിട്ട് വളരെ താഴെത്തട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അവിടെ നിന്നിട്ടാണ് നമ്മൾ ഭയങ്കര പ്രോഗ്രസീവ് ആണെന്ന് പറയുന്നത്. ഒരു ചുക്കുമല്ല. സെക്സ് വാങ്ങാൻ കിട്ടുന്ന ഒരു ഇടം വേണം എന്നുള്ളതാണ്. സെക്സ് വാങ്ങാൻ കിട്ടുന്ന സൗകര്യപൂർവ്വമായിട്ടുള്ള, അതായത് പക്ഷെ അവിടെയും ഒരു ചോദ്യം വരുന്നത് സ്ത്രീ ശരീരത്തെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുന്നു എന്നുള്ളതല്ലേ? കൊച്ചിയിൽ 300ഓളം ബോയ്സ് ഉണ്ടല്ലോ, പ്ലേ ബോയ്സ്, സെക്സ് വർക്കേഴ്സ്. നമ്മൾ അങ്ങനൊരു ലോകത്തെക്കുറിച്ച് അറിയത്തില്ല. അതുകൊണ്ടാ നമ്മളങ്ങനെ ഒരു ലോകമുണ്ട്. ഇവിടെ സ്ത്രീയും പുരുഷനും ട്രാൻസും ഒക്കെ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ട്രാൻസ് വ്യക്തികൾ റോഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ആളുകൾക്ക് പ്രശ്നം കാണപ്പെടുന്നത്. ഇവിടുത്തെ ആളുകൾ എന്തിനാ കൊച്ചിയിൽ സണ്ണി ലിയോൺ വന്നപ്പോൾ കാണാൻ പോയത്?
അവർ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ട് നാഷണൽ അവാർഡ് നേടിയിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമ അവരുടെ വലിയ ഹിറ്റായിട്ടുണ്ടോ? ബോഡി, അവർ അഭിനയിച്ച സിനിമകൾ അതാ അവരഭിനയിച്ച പോൺ സിനിമകൾ കണ്ടിട്ടുള്ള മലയാളീസ് അല്ലേ നമ്മള്? ഒരു പോൺ സ്റ്റാർ ആണല്ലോ. അവരെ ആരാധിക്കുന്ന മലയാളികൾക്ക് തെരുവിൽ നിൽക്കുന്ന ഒരു സെക്സ് വർക്കറെ, ഫീമെയിൽ സെക്സ് വർക്കറെയോ ഒരു ട്രാൻസ്ജെൻഡറിനെയോ ആരാധിക്കാൻ പറ്റില്ല. അവരപ്പ പിടിച്ച് റിഹാബിലേഷൻ ചെയ്യണം, ചോറ് കൊടുക്കണം. അതാണ് മലയാളിയുടെ ഒരു പൊതുബോധമാണത്. അപ്പം അവർ ബ്രോത്തൽസ് ഉണ്ടാവാൻ പാടില്ല, അതൊന്നും ഉണ്ടാവും. പക്ഷെ അവർക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ പലതും ചെയ്യണം, അവർക്ക് വയലൻസ് സിനിമാ താരങ്ങളുടെയും നമ്മൾ കാണുന്നല്ലേ. ഇപ്പൊ ഈ പറയുന്ന സിനിമാ നടിമാര് അല്ലെങ്കിൽ അവര് ഉദ്ഘാടനം ചെയ്തിട്ടെങ്കിലും ജീവിക്കട്ടെ, ഉദ്ഘാടനം ചെയ്യട്ടെ, അവരെ ശരീരം അവർ കാണിക്കട്ടെ. വൈ നിങ്ങൾ എന്തിനാ സ്കെയർ ആവുന്നത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അത് അവരുടെ ശരീരമാണ്. അവരാണ് അതിനെ എങ്ങനെ എക്സ്പോസ് ചെയ്യണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ദാറ്റ്സ് മൈ റൈറ്റ് അല്ലേ? ഇന്ത്യയിൽ സുപ്രീം കോടതി പറഞ്ഞു സെക്സ് വർക്ക് ചെയ്യുന്ന ഇടങ്ങൾ സുരക്ഷിതമാവണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അവിടെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പോലീസ് ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. നമ്മുടെ പോലീസ് എങ്ങനെയാണ്? കേരള പോലീസ് ഇപ്പൊ ഒന്ന് മാറിയിട്ടുണ്ടെന്നുള്ളതുള്ളൂ. പണ്ടത്തെ പോലീസ് വളരെ അതിഭീകരമായിരുന്നു. ഇപ്പൊ അവർക്കെന്ന് വെച്ചാൽ ട്രാൻസ് പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ വന്നതുകൊണ്ട് നിയമമുണ്ട്, അതുകൊണ്ട് ഇവരെ പണി പോവും. ആ പേടിയുണ്ട്. ആ പേടി ഇല്ലാത്തത് വരെ ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും അവർ ടാർഗറ്റ് ചെയ്തിരുന്നു, അവരടിച്ചിരുന്നു, ഉപദ്രവിച്ചിരുന്നു. സെക്സ് വർക്കേഴ്സിനെ പോലും ഇവിടെ വെറുതെ വിട്ടിട്ടില്ല. ഞാൻ 2006 സെക്സ് വർക്കേഴ്സിൻ്റെ ഒരു പ്രോജക്റ്റിൽ തൃശ്ശൂർ വർക്ക് ചെയ്യുന്നത്, മൈത്രേയൻ ജയശ്രീയുടെ ഫേം ജ്വാല. അന്ന് തൃശ്ശൂരുള്ള ഒരുപാട് സെക്സ് വർക്കേഴ്സിൻ്റെ പ്രധാന പ്രശ്നം, ഇവർ രാത്രി ഈ ജോലിക്കായിട്ട് പോകുമ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടു പോകും. എന്നിട്ട് പോലീസ് അവരെ യൂസ് ചെയ്യുക അവിടെ വെച്ചിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം കോർട്ടിൽ ഹാജരാക്കുമ്പോൾ 10,000 ജാമ്യം. ഇവർ ഈ പണിയെടുത്ത പൈസ മുഴുവൻ അങ്ങനെ പോകും. ഇവർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും പ്രണയിച്ച ഒരു കുട്ടി ഡെലിവറി ആയിട്ടുണ്ടാവും. അതിന് ഏതെങ്കിലും അനാഥാലയങ്ങളിൽ എവിടേക്കും കൊണ്ടുപോയിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവുക. അവരെ കാണാൻ പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചിലർ കയറി ചെയ്തിട്ടുണ്ടാവും, കുട്ടികളെ സ്വന്തം കൊണ്ട് നടക്കുന്നുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ വാടക വീട് എടുത്തിട്ടൊക്കെ. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ആ സമയത്തുണ്ടായിരുന്നു. അപ്പം ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കാണുന്നത് വെറുപ്പായിട്ടുള്ള പോലീസുകാരൻ ഉണ്ടായിരുന്നു. ഇറങ്ങിപ്പോ, നിങ്ങളൊക്കെ ആരോടെ സംസാരിക്കാനും ആട്ടി ഓടിച്ചിട്ടുണ്ട്. എന്നെ ലോക്കപ്പിൽ കയറ്റി അടിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട് പോലീസുകാർ. അതൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നിപ്പോൾ ഇപ്പോൾ പോലീസിന് അവയർനെസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു റിസോഴ്സ് പേഴ്സണാണ് പോലീസ് അക്കാദമിയിൽ, തൃശ്ശൂർ പോലീസ് അക്കാദമിയിൽ റിസോഴ്സ് പേഴ്സണായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തൈക്കാട് പോലീസ് അക്കാദമിയിലും പോകാറുണ്ട്. അപ്പോൾ പോലീസുകാർക്കിടയിലുള്ള ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. അത് സ്ത്രീകളുടെ കാര്യത്തിലും മറ്റ് മനുഷ്യരുടെ കാര്യത്തിലൊക്കെ. അത്രയേ ഉള്ളൂ, എനിക്ക് അങ്ങനെ കാണാൻ. താൽക്കാലികമായി ചർച്ചയുടെ അവസാനിക്കും. താങ്ക് യു.